അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ പുതിയൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും സ്പെയർ പാർട്സുകൾക്കും 25% തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിർമ്മാണ മേഖല ശക്തമാക്കാനാണ് നീക്കമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അതല്ല, അനുയായിയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കിനെ പുഷ്ടിപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്നാണ് വിമർശനം. കാറുകൾക്ക് മേലുള്ള തീരുവ ഏപ്രിൽ 3 മുതലും സ്പെയർ പാർട്സിൻ്റേത് മെയ് മുതലുമാകും പ്രാബല്യത്തിൽ വരിക. അതോടെ അമേരിക്കയിലെ കാർ വിപണിയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ദക്ഷിണ കൊറിയ, മെക്സിക്കോ, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷം $240 ബില്യൺ വിലമതിക്കുന്ന ഏകദേശം 80 ലക്ഷം കാറുകളും ലൈറ്റ് ട്രക്കുകളും അമേരിക്ക ഇറക്കുമതി ചെയ്തിരുന്നു. കൂടാതെ $197 ബില്യൺ ഓട്ടോ പാർട്സ് ഇറക്കുമതിയും നടന്നതായാണ് വാണിജ്യ വകുപ്പിന്റെ കണക്കുകൾ. പുതിയ തീരുവ വരുന്നതോടെ കാറുകൾക്ക് വലിയ വിലക്കയറ്റം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ട്രക്കുകൾക്ക് 1960കളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ സമാനമായ തീരുവ ആത്യന്തികമായി തിരിച്ചടിയായത് അമേരിക്കൻ ജനതയ്ക്കായിരുന്നു. ട്രക്കുകളുടെ ചോയ്സ് കുറഞ്ഞതും ലഭ്യമാകുന്നവയ്ക്ക് വില വർദ്ധിക്കുകയുമായിരുന്നു അന്നുണ്ടായത്. സമാനമായിരിക്കും നിലവിലെ അവസ്ഥയും. അമേരിക്കയിലെ ഭൂരിപക്ഷ ജനത ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ലാഭമുണ്ടാക്കുന്നവരുമുണ്ടാകും അക്കൂട്ടത്തിൽ. അതിലെ പ്രമുഖൻ ടെസ്ല ഉടമ ഇലോൺ മസ്ക് ആണ്. ഇറക്കുമതി ചെയ്ത കാറുകൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നതോടെ വിദേശ വാഹന നിർമ്മാതാക്കൾക്ക് ഉയർന്ന ചെലവ് നേരിടേണ്ടി വരും. അതോടെ ആ ബാധ്യത സ്വാഭാവികമായും ഉപഭോക്താക്കളിലേക്കായിരിക്കും എത്തുക. അമേരിക്കയിൽ നിർമ്മിക്കുന്ന ടെസ്ല കാറുകളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഡിമാൻഡും വർദ്ധിച്ചേക്കും. കാലിഫോർണിയയിലും ടെക്സസിലും വലിയ നിർമ്മാണ ഫാക്ടറികളാണ് ടെസ്ലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയയുടെ ഹുണ്ടായി മോട്ടോർ കമ്പനി, ജർമ്മനിയുടെ വോക്സ് വാഗൻ, അമേരിക്കയുടെ സ്വന്തം ജനറൽ മോട്ടോഴ്സ് കമ്പനി എന്നിവരെല്ലാം പ്രശ്നം നേരിടുന്ന കൂട്ടത്തിലുണ്ടാകുമ്പോഴും ടെസ്ല നേട്ടം കൊയ്യുമെന്നാണ് മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ടെസ്ലയുടെ ഓഹരിയിൽ 36% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. മിക്ക രാജ്യങ്ങളിലും ടെസ്ലയുടെ വിപണിയിലും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലെ താരിഫ് എന്നതും പ്രസക്തമാണ്. അതേസമയം മസ്കുമായി താരിഫിന്റെ കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. മസ്ക് ഒരിക്കൽ പോലും ബിസിനസ്സിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ബുധനാഴ്ച ട്രംപിന്റെ പ്രതികരണം. ടെസ്ല മോഡലുകളായ Y, മോഡൽ 3 എന്നിവയാണ് 2024 യുഎസിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ. മെക്സിക്കോയിൽ നിർമ്മിച്ച ജനറൽ മോട്ടോഴ്സിന്റെ ഷെവർലെ ഇക്വിനോസ് EV, ഫോർഡിന്റെ മസ്താക് മാക്കി തുടങ്ങിയവയാണ് ടെസ്ലയുടെ എതിരാളികൾ. പുതിയ തീരുവ വരുന്നതോടെ അവയുടെ എല്ലാം വാഹന വിലയിൽ $6,000 മുതൽ $12,000 വർധന ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ. അപ്പോഴും ടെസ്ലയ്ക്ക് ആവശ്യക്കാരേറും. അതേസമയം ടെസ്ലയുടെ അവസാന അസംബ്ലിംഗ് യുഎസിലാണെങ്കിലും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പല ഭാഗങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇലക്ട്രിക് മോട്ടോറുകൾ മുതൽ ലിഥിയം അയൺ ബാറ്ററി സെല്ലുകൾ വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്പെയർ പാർട്സുകൾക്ക് തീരുവ വരുന്നത് ചെറിയ രീതിയിലെങ്കിലും ടെസ്ലയെ ബാധിച്ചേക്കും. പക്ഷേ പൂർണ്ണമായും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളെ അപേക്ഷിച്ച് ടെസ്ല അപ്പോഴും സേഫാണ്.